ആപ്ലിക് വർക്ക് സാരീസ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണല്ലോ. ഞാൻ കോട്ടയിലും ഒക്കെ കുറേ കാണിക്കാറുണ്ട് ആപ്ലിക് വർക്കിൻ്റെ സാരീസ്. അപ്പോൾ ആ ആപ്ലിക് വർക്കിൻ്റെ സാരീസ് നമുക്ക് ടർക്കിഷ് ഓർഗൻസയിലേക്ക് വരുമ്പോഴത്തേക്കും അതിലും ഭംഗിയായിരിക്കും. ഓർഗൻസയുടെ കളേഴ്സ് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് ഓർഗൻസയിൽ എപ്പോഴും വരാറ്. അപ്പോൾ അങ്ങനെ കുറച്ച് കളേഴ്സും കുറച്ച് നല്ല ഡിസൈൻസും ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 3950 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടൊന്ന് നോക്കാം. ഇതിനകത്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തൊരു 6 കളേഴ്സ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത് വന്നിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലെമൺ ഗ്രീനും യെല്ലോയും കൂടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന പോലുള്ള ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അല്പം ഒരു ഗ്രീൻ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു യെല്ലോ ഇല്ലേ, അതേപോലത്തെ ഒരു ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെയാണ് ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ ആപ്ലിക് വർക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ. അതേപോലെ ഒരു ഡബിൾ സ്കാലപ്പ് വർക്കാണ് നമുക്ക് ബോർഡറിൽ കൊടുത്തിരിക്കുന്നത്. ഡബിൾ സ്കാലപ്പ് വർക്ക് ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിലേക്ക് വരുമ്പോഴും ആ ഒരു ഡബിൾ സ്കാലപ്പ്, ബ്ലൗസിൻ്റെ സ്ലീവിലേക്ക് വരുമ്പോൾ ഒരു ത്രിബിൾ സ്കാലപ്പ് വർക്ക് ആട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതുണ്ട്, ഇതേപോലെ ഒരു ത്രിബിൾ സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ദ ബോഡിയിൽ നമുക്ക് ഇതേപോലെ ഈ വർക്കാണ് വരുന്നത്. 3950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് കണ്ടോ, നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇതേപോലെയുള്ള ആപ്ലിക് വർക്കാണ് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ വരുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സാരി. വരുന്നത് ഒരു ഗ്രീനിഷ് ടോണിലേക്ക് വരും. അതായത് ഒരു സഫയർ ഗ്രീനിൻ്റെ ഒരു അല്പം കൂടെ ലൈറ്ററായിട്ടുള്ള ഒരു ടോൺ. ഇത് ഒത്തിരി ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാത്ത, ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ കളറിനകത്ത് ചെറിയ ചേഞ്ച് വരും ഈ ഓർഗൻസയുടെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രീനിഷ് ടോണൊക്കെ. നമ്മൾ ആദ്യം കാണിച്ച അതേ വർക്കും അതേ പാറ്റേണും തന്നെയാണ്. കളർ മാത്രം നോക്കിയാൽ മതി. ഒത്തിരി നമ്മൾ വീഡിയോയിൽ ഒരല്പം കൂടെ ലൈറ്ററായിട്ടാണ് ഈ കളർ കാണുന്നത്. അതിനേക്കാളും ഒരല്പം കൂടെ ഡാർക്കാണ് കളറ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ ബ്ലെൻഡ് ചെയ്ത പോലെയുള്ള ഒരു ബേജ് ടോൺ. അതെ, ഒത്തിരി ക്ലോസർ വ്യൂ കാണിക്കുന്നില്ല. ഒത്തിരി ക്ലോസറിലേക്ക് വരുമ്പോൾ കളറിൽ വ്യത്യാസം വരും കേട്ടോ. പാറ്റേണൊക്കെ സെയിം തന്നെ, ആദ്യം കണ്ട അതേ പാറ്റേൺ തന്നെ. അടുത്തത് വരുന്നത് ഒരു പിങ്കും ലാവൻഡറും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. ഇത് പിങ്കും ലാവൻഡറും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. അടുത്തത് നമുക്ക് ഇത് പിങ്ക്, ഒരു ഡസ്റ്റി പിങ്ക്. ഒരു വിടത്തിലും കുഴപ്പമില്ല. നല്ലൊരു പിങ്കിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ടോൺ. അടുത്ത ലാസ്റ്റ് കളർ വരുന്നത് വരുന്നത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ അതേപോലെ തന്നെ ആപ്ലിക് വർക്ക്. ഇതൊക്കെ ഞാൻ ഒത്തിരി ക്ലോസർ കാണിക്കുന്നില്ല കേട്ടോ. ക്ലോസർ കാണിക്കുമ്പോൾ നമുക്ക് ആ കളറിൽ വേരിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സാക്റ്റ് പൗഡർ ബ്ലൂ ഷെയ്ഡാണിത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്